ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം MLA ആന്റണി രാജു അയോഗ്യൻ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ 3 വർഷത്തെ തടവ് ശിക്ഷ. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമാവില്ല. 2 പ്രതികൾക്കും ജയിലിൽ പോകേണ്ട. ജാമ്യം അനുവദിച്ച കോടതി. ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ആന്റണി രാജു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ ബന്ദിയാക്കി അമേരിക്ക. മദുറോയെയും ഭാര്യയെയും അമേരിക്കയിൽ എത്തിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. സൈനിക താവളങ്ങൾക്ക് നേരെ US ആക്രമണം. തലസ്ഥാനമായ കാരക്കാസിൽ തുടർ സ്ഫോടനങ്ങൾ. നെടുമങ്ങാട് കോടതിക്ക് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയം മുൻപാണ് തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും തിരുവനന്തപുരം MLAയുമായ ആന്റണി രാജുവിന് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. ആന്റണി രാജു പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശേഷം കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ആന്റണി രാജുവിന് നേരെ വലിയ പ്രതിഷേധമാണ് അവിടെ കോടതി പരിസരത്തുണ്ടാവുന്നത്. പോലീസ് നന്നേ പണിപ്പെടുന്നുണ്ട് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ശിക്ഷ വിധി കേട്ട ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ആന്റണി രാജുവിന് നേരെയുള്ള വലിയ പ്രതിഷേധമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആരാണ് പ്രതിഷേധവുമായി എത്തിയത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ആന്റണി രാജു ശിക്ഷാവിധി കേട്ട് പുറത്തേക്ക് വരുമ്പോൾ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് നെടുമങ്ങാട് കോടതി പരിസരത്ത് ആന്റണി രാജുവിനെതിരെയും ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം നെടുമങ്ങാട് കോടതി പരിസരത്ത് പോലീസിനെതിരെയും അതോടൊപ്പം തന്നെ ആന്റണി രാജുവിനെതിരെയും ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് വരെയായി കാര്യങ്ങൾ. കാരണം വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് ആന്റണി രാജുവിന്റെ വാഹനം ത്തിന്റെ ചില്ലുകൾ തകർക്കാനുള്ള ശ്രമമാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അത് പോലീസ് വേറെ ഭയപ്പെട്ടാണ് തടഞ്ഞത്. ഏറെ മിനിറ്റുകൾ പോലീസ് പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നെടുമങ്ങാട് ടൗണിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. പ്രതിഷേധങ്ങൾക്ക് ഇടയിലൂടെ വലിയ തരത്തിലുള്ള വാക്കുതർക്കം. തർക്കത്തിനൊടുവിൽ ഇപ്പോഴും രൂക്ഷമായ തർക്കം പോലീസുമായി കോൺഗ്രസ് പ്രവർത്തകർ ചേക്കര അനിലിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പോലീസിനെയും വലിയ തരത്തിലുള്ള പ്രതിഷേധം. ഒരുപക്ഷെ കൂടുതൽ സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കേണ്ടിയിരുന്നുവെന്ന് തോന്നും. കാരണം അത്തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് അല്പസമയം മുമ്പ് കോടതി പരിസരത്ത് ഉടലെടുത്തത്. ആന്റണി രാജുവിന്റെ വാഹനം പോലീസിന്റെ അകമ്പടിയൊന്നുമില്ലാതെയാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ പ്രതിഷേധങ്ങൾ നഗരത്തിലേക്ക് വരുന്ന വഴിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്പസമയം മുമ്പാണ് ആന്റണി രാജു കോടതി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്കിറങ്ങിയത്. ആന്റണി രാജുവിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രാവിലെ മുതൽ തന്നെ ഈ കുറ്റക്കാരനാണ് എന്ന കോടതി പറഞ്ഞതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഈ കോടതി പരിസരത്ത് തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് പ്രതിഷേധങ്ങൾ മറ്റൊരു തരത്തിലേക്ക് കടക്കുകയും അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനൊടുവിലാണ് പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കിക്കൊണ്ട് ഇപ്പോൾ ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തരത്തിലുള്ള ഒന്നും നെടുമങ്ങാട് പോലീസ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്നു, വിരട്ടിയോടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന തർക്കങ്ങൾക്കൊടുവിലാണ് ഈ വാഹനം ആന്റണി രാജുവിന്റെ വാഹനം ഇവിടെ നിന്ന് കടത്തിവിടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്രയും സംഘർഷ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കുതർക്കമുണ്ടായിരിക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ട് രംഗം ശാന്തമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അത് എത്ര കണ്ട് ഫലവത്താകുമെന്ന് അറിയില്ല. കാരണം അത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ കോടതി പരിസരത്ത് ഉടലെടുത്തത്. ഒരുപക്ഷെ പ്രവർത്തകരെ
വിരട്ടിയോടിക്കാനുള്ള ശ്രമം വരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കൂട്ടമായി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി പോലീസിന് നേർക്ക് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻ, ഉച്ചയ്ക്ക് കുറ്റക്കാരനെന്ന് അറിഞ്ഞു, അതിനുശേഷമുള്ള വിധിക്കായുള്ള കാത്തിരിപ്പായിരുന്നു. ഈ സമയത്ത് ഈ കോടതി പരിസരത്ത് സംഘടിച്ചവരാണോ ഇവരൊക്കെ? പോലീസ് ഇത് മുൻകൂട്ടി കണ്ടിരുന്നില്ലേ ഇത്തരം ഒരു പ്രതിഷേധ സാഹചര്യം? അതായത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളതിനാൽ ഈ കേസിൽ വിധി പറയുന്നത് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയേക്കും എന്നൊരു വിലയിരുത്തലായിരുന്നു നിയമവിദഗ്ധരും അതോടൊപ്പം പോലീസും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മറ്റ് നടപടികളൊന്നും ഉണ്ടാകുമെന്ന് പോലീസ് മുൻകൂട്ടി കരുതിയില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ കൈവിട്ടു പോയി. പ്രോസിക്യൂഷൻ അത്തരമൊരു ആവശ്യം മുമ്പോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഈ കോടതിയുടെ നിയമപരിധിക്കുള്ളിൽ നിന്ന് തന്നെ വിധി പറയാൻ കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങളെന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കിക്കൊണ്ടാണ് വിധി പ്രസ്താവം ആരംഭിച്ചത്. പിന്നീട് നാടകീയമായ സംഭവങ്ങളാണ് കോടതി പരിസരത്ത് അരങ്ങേറിയത്. അടിവസ്ത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഈ കോടതി പരിസരത്തേക്ക് തടിച്ചുകൂടുകയായിരുന്നു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധമായി കോടതി പരിസരത്തേക്ക് എത്തി. തുടർന്ന് തലയ്ക്ക് മർദ്ദനമേറ്റ അഭിജിത്ത് എന്ന പ്രവർത്തകരുമായി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി ഇപ്പോൾ കോടതി പരിസരത്ത് നിന്ന് മുദ്രാവാക്യം മുഴക്കി പോലീസിന് നേരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കോടതി പരിസരത്ത് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ ഇതാ ഒരു പ്രവർത്തകന് പരിക്കേറ്റ നിലയിൽ അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളിൽ കാണാം. നെടുമങ്ങാട് കോടതി പരിസരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം. ആന്റണി രാജു MLA-ക്കെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ തടിച്ചുകൂടുകയായിരുന്നു. അവിടെ നിന്ന് ഒരു വിധത്തിലാണ് MLA-യുടെ വാഹനം കടത്തി വിടാൻ പോലീസിന് കഴിഞ്ഞത്. VV അരുൺ കൂടി ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഉച്ചത്തൊട്ടേ വലിയ ഉദ്വേഗമായിരുന്നു. ഏത് തരത്തിലായിരിക്കും വിധി? അത് ഈ കോടതി തന്നെ ശിക്ഷ വിധിക്കുമോ? എന്തായിരിക്കും ശിക്ഷ? അങ്ങനെയെങ്കിൽ അയോഗ്യത വരുമോ? അങ്ങനെ പല പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഒരു 5 മണിക്ക് ശേഷം ഈ വിധി വരുന്നത്. ആ സമയത്ത് ഈ ആന്റണി രാജുവിന്റെ ഒക്കെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു? ഇങ്ങനൊരു വിധിയായിരുന്നു അവിടെ അവർ പ്രതീക്ഷിച്ചിരുന്നത്, പ്രതിഭാഗം പ്രതീക്ഷിച്ചിരുന്നത്? എന്തൊക്കെയാണ് പ്രോസിക്യൂഷന്റെ പ്രതികരണങ്ങൾ? ഈ കോടതിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ആന്റണി രാജു നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ശിക്ഷ നൽകാൻ ഈ കോടതിക്ക് അധികാരമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം ആന്റണി രാജുവിനെ പുറത്തേക്കിറങ്ങുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതാണ്. ആ തടഞ്ഞതിനെ പോലീസ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അതാണ് വലിയ സംഘർഷത്തിലേക്ക് മാറിയത്. കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഒരു പ്രവർത്തകരെ KSU നേതാവിനെ പരിക്ക് പറ്റിയത്. അയാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് എത്തിയിരിക്കുന്നു. ആ ആംബുലൻസിൽ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. വലിയ കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഇവിടെ സംഘടിച്ച് എത്തുന്നുണ്ടായിരുന്നു. എത്തി അനുരാജ് തടയുമെന്ന ഭീഷണി മുഴക്കിയിരുന്നു. ആദ്യം ഒരു ഘട്ടത്തിൽ തടയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കയറിപ്പോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. അദ്ദേഹത്തിന്റെ ധാരണ സ്ഥാപിച്ചു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പൊ തിരികെ ഇറങ്ങുമ്പോഴാണ്, ശിക്ഷ വിധിക്ക് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് ആന്റണി രാജുവിനെ വീണ്ടും തടയാൻ ശ്രമിച്ചത്. അപ്പോൾ പ്രവർത്തകരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ആ പ്രവർത്തകരെ മാറ്റാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യവും ഉണ്ടായതുകൊണ്ട് പോലീസ് ഏറെ ഭയപ്പെട്ടാണ് ആന്റണി രാജുവിനെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മടക്കി അയച്ചത്. അതിനൊടുവിലാണ് പ്രവർത്തകരും പോലീസുമായി വീണ്ടും കുന്നും തള്ളുമുണ്ടാവുകയും സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തതിന്റെയും KSUവിന്റെ ഒരു നേതാവിനെ പരിക്കേൽക്കുകയും ചെയ്തു. അയാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. അഭിജിത്ത് എന്ന KSU നേതാവിനാണ് പരിക്ക് പറ്റിയത്. അഭിജിത്തിന്റെ തലയ്ക്ക് ലാത്തിയടിയിൽ പരിക്കേറ്റുവെന്നാണ് പ്രവർത്തകർ പറയുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പോലീസ് ലാത്തി വീശിയെന്നതും വസ്തുതയാണ്. ഏതായാലും ആന്റണി രാജു ഇവിടെ നിന്ന് സുരക്ഷിതരായി കടന്നുപോയി. ഏറെ ഭയപ്പെട്ടാണെങ്കിലും ആന്റണി രാജു ഇവിടെ നിന്ന് കടത്തിവിടാൻ പോലീസിന് കഴിഞ്ഞു. അതിനുശേഷം പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ ഒരു MLA കൂടി MLA അല്ലാതായി തീരുന്നു. ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഈ MLA സ്ഥാനം നഷ്ടപ്പെടുന്നു. 99 സീറ്റുകൾ അധികാരത്തോടെ പിണറായി ഇടതുമുന്നണിക്ക് ഒരു MLA-യുടെ കൂടി കുറവുണ്ടാകുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യേകത. ഈ നിയമസഭാ സമ്മേളനം ഇതുവരെ ചേരാനിരിക്കെ
ആന്റണി രാജുവിന് സഭാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അദ്ദേഹം ഈ ശിക്ഷ 3 വർഷം ശിക്ഷ കോടതി വിധിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം റദ്ദായിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. ഈ കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചാൽ മാത്രം പോരാ, അദ്ദേഹത്തിന് ഇനി മത്സരിക്കണമെങ്കിലും മത്സരിക്കാനുള്ള വിലക്കും കൂടി നീക്കിക്കൊണ്ട് വേണം കോടതിയുടെ വിധി വരേണ്ടത്. അങ്ങനെ ആന്റണി രാജുവിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. ഈ ശിക്ഷ പൂർത്തിയായി, ശിക്ഷ അനുഭവിച്ച് ശിക്ഷിക്കപ്പെട്ട കേസിൽ ശിക്ഷ പൂർത്തിയായി, ജയിൽ ശിക്ഷ പൂർത്തിയായി 6 വർഷം കഴിയുന്നത് വരെ ജനപ്രാതിനിധ്യം അനുസരിച്ച് അയാൾക്ക് മത്സരിക്കാൻ കഴിയില്ല. അതാണ് ആന്റണി രാജുവിലേക്ക് ഉണ്ടായിരിക്കുന്ന വിധി. ആന്റണി രാജുവിന്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയായി ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഉറപ്പ്. ശരി ഡാൻ, ഈ പ്രതിഷേധം നൽകുന്ന സൂചന ചെറുതല്ല. അത് ആന്റണി രാജു ഇത് വളരെ പഴക്കമുള്ളൊരു കേസാണ്, ഒരുപാട് കാലമായി ചർച്ചയിലുള്ള ഒരു കേസാണ്. പക്ഷെ പിന്നീട് ഇതൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ ഒരു വിധി വരുന്ന തരത്തിലേക്ക് പോവുകയാണ്. ഇന്ന് ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്താനിരിക്കുന്ന വലിയ പ്രതിഷേധ പരമ്പരയുടെ കൂടി തുടക്കമാണ്. ഇത്രയും പേർ അവിടെ തടിച്ചുകൂടി ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധം, അത് ഇനി തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് മാത്രം സമയം അവശേഷിക്കെ അതെന്തിന്റെ സൂചനയാണ്? ജനുവരി 20-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. ആ സഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ആർക്കും ഇത്തരമൊരു വിധി അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആന്റണി രാജുവോ ഇടതു സർക്കാരോ ഒന്നും കരുതിയിരുന്നില്ല. അവിടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു വിധിയിലൂടെ സർക്കാരിന്റെ ഭാഗമായിരുന്ന മുൻ മന്ത്രിയായിരുന്ന 2.5 വർഷം രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച ആന്റണി രാജുവിന് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം ഉൾപ്പെടെ നഷ്ടമാകുന്നത്. രാവിലെ 11 മണിക്ക് MLA ആയി ഈ കോടതിയിലേക്ക് വന്ന ആന്റണി രാജു ആ സ്ഥാനം നഷ്ടപ്പെട്ട് വൈകുന്നേരം 5 മണിക്ക് തിരികെ തലസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മടങ്ങുന്ന അസാധാരണമായ സാഹചര്യം ഒരുപക്ഷെ രാഷ്ട്രീയമായി വലിയ തരത്തിൽ കോൺഗ്രസ് അത് ആയുധമാക്കി ഉപയോഗിക്കി. ഇപ്പോൾ തന്നെ തെരുവുകളിൽ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. നെടുമങ്ങാട് നിന്ന് ആരംഭിച്ച പ്രതിഷേധം തലസ്ഥാനത്തേക്ക് ആന്റണി രാജു പോകുന്ന വഴികളിലും തുടരാനാണ് സാധ്യത. അതായത് തുടർ നീക്കങ്ങൾ ആന്റണി രാജുവിനെതിരെ മറ്റു തരത്തിലുള്ള നടപടികൾ കൂടി ഉറപ്പുവരുത്തണം, രാഷ്ട്രീയമായ നടപടിയെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആ പ്രതിഷേധമാണ് ഏതാണ്ട് ഒരു 45 മിനിറ്റ് നേരം നെടുമങ്ങാട് ടൗണിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക്. കോടതി പരിസരത്ത് വാഹന ഗതാഗതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി നേർക്കുനേർ തെരുവിൽ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ പ്രതിഷേധങ്ങൾക്കിടയിലാണ് KSUവിന്റെ നെടുമങ്ങാട് ബ്ലോക്ക് ഭാരവാഹിയായ അഭിജിത്തിന്റെ തലയ്ക്ക് പരിക്കേൽക്കുകയും അല്പസമയം മുമ്പ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ സംഘർഷ സാഹചര്യങ്ങൾക്ക് അയവ് വന്നിരിക്കുന്നു. LDFനെ സംബന്ധിച്ച് തലസ്ഥാനത്ത് നിന്നുള്ള ഒരു MLA, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ ഒക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് ആന്റണി രാജു. ആ ആന്റണി രാജുവിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവാത്ത സ്ഥിതി, നിലവിൽ MLA സ്ഥാനം നഷ്ടമാകുന്ന സ്ഥിതി, അത് തീർച്ചയായിട്ടും തലസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ഒരു വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി എങ്ങനെ മറികടക്കും എന്നതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. 1 മാസമാണ് ജാമ്യം നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. അതിനിടയിൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സാവകാശം അദ്ദേഹത്തിനുണ്ട്. ആ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ വിധി കേൾക്കാനായി കയറുന്ന മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിരപരാധിക്കും ഇത്തരത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നതിന്റെ തെളിവാണ് ഈ കേസ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. കോടതി മുറിക്ക് പുറത്ത് മറ്റ് ഭാവഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. വളരെ സൗമ്യമായി തന്നെ മാധ്യമപ്രവർത്തകരോടൊക്കെ ആന്റണി രാജു പ്രതികരിക്കുന്നുണ്ടായിരുന്നു. വരട്ടെ, നോക്കാം കോടതി എന്ത് പറയുമെന്ന്, അതിനുശേഷം തുടർ നീക്കങ്ങൾ എന്ന തരത്തിൽ വളരെ ലാഘവത്തോടെ തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കോടതി ഇവിടെ തന്നെ വിധി പറയുന്ന ഒരു സാഹചര്യം അത് പോലീസോ അല്ലെങ്കിൽ മറ്റ് നിയമ സംവിധാനങ്ങളോ പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ അത് മേൽക്കോടതിയിലേക്ക് മാറ്റിയേക്കാം, സെഷൻസ് കോടതിയിലേക്ക് വിധി പറയാനായി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. കാരണം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന ഒരു കേസായതിനാൽ അത്തരമൊരു കേസിൽ വിധി പറയാൻ 3 വർഷം വരെ മാത്രം പരമാവധി ശിക്ഷ വിധിക്കാവുന്ന നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിക്ക് ആവില്ല. അതുകൊണ്ട് ഈ കേസ് ജൂറിസ്ഡിക്ഷൻ പരിധിയിൽ നിന്ന് മാറ്റിയേക്കാം എന്ന തരത്തിലുള്ളൊരു വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ അഭ്യൂഹങ്ങളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്ന് മജിസ്ട്രേറ്റ്
അഡ്വക്കേറ്റ് റൂബിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ കൃത്യമായൊരു വിധി പ്രസ്താവം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ പ്രതി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 1ഉം 2ഉം പ്രതികൾക്കെതിരായ വിധി പ്രസ്താവം നടത്തിയത്. അതിനുശേഷം ഏതാണ്ട് ഒരു അരമണിക്കൂർ കൂടി കോടതിയിൽ സമയം ചെലവഴിച്ചതിന് ശേഷമാണ് ആന്റണി രാജു അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ പുറത്തേക്കിറങ്ങിയ ആന്റണി രാജുവിനെതിരെ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് നെടുമങ്ങാട് കോടതി പരിസരത്ത് ഉണ്ടായത്. അവിടെ നിന്ന് ഏറെ മിനിറ്റുകൾ റോഡിൽ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനം അതിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം നീങ്ങിയതോടെയാണ് പ്രവർത്തകർ ഒപ്പം കൂടിയത്. അതിനിടയിലാണ് ഈ റോഡിൽ കൂടി നിന്ന പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് എത്തുകയും അത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും നിലവിൽ ഈ സംഘർഷ സാഹചര്യങ്ങൾക്കൊക്കെ അയവ് വന്നിരിക്കുന്നു. ആന്റണി രാജു നെടുമങ്ങാട് നിന്ന് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് തലസ്ഥാനത്തേക്ക് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നു. പോലീസ് പ്രതിഷേധക്കാരെ ഇവിടുന്ന് ശാന്തരാക്കി പല വഴികളിലേക്കായി അയച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ കൃത്യമായ സുരക്ഷ നെടുമങ്ങാട് ടൌണിൽ ഇപ്പോഴുമുണ്ട്. ഒരുപക്ഷെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് അത്തരമൊരു നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെയാണ് അതിന്റെ കാര്യകാരണങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ ആന്റണി രാജുവിനെതിരായ വിധി കൂടി ഇടതുമുന്നണിക്ക് ഒരു തിരിച്ചടിയായി വരുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രതികരണം തന്നെ ആന്റണി രാജുവിനെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു, തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രതികരണം. രാഷ്ട്രീയമായി ഇതെങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഈ കേസിനെ ഉപയോഗപ്പെടുത്തുക? തീർച്ചയായിട്ടും, അതായത് 30 വർഷം പഴക്കമുള്ളൊരു കേസ് 1990 ഏപ്രിൽ 4-ന് സംഭവിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികളിൽ പ്രതിക്ക് രക്ഷപ്പെടുത്തുന്നതിനായി തൊണ്ടുമുതലിൽ കൃത്രിമം കാണിച്ചു എന്ന കേസ്, അതിൽ നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം കോടതി വീണ്ടും ആ കേസ് 2006-ൽ പരിഗണിക്കുകയും അതായത് അതിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന കാര്യം മാധ്യമ ചർച്ചകളിൽ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് അത് വഴിവെക്കുകയും വാർത്തകളിൽ നിറയുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീടാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും വിധി വരാൻ വീണ്ടും ഏറെ നാൾ കാത്തിരിക്കേണ്ട സാഹചര്യം. അങ്ങനെ ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഈ കേസിൽ ഉണ്ടാകുന്നു. അതിനൊടുവിലാണ് ഇന്ന് വിധി പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എന്താകും? അതായത് ഏതാണ്ട് കൃത്യമായി തന്നെ അദ്ദേഹത്തിനെതിരായിട്ടാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ എന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ് സർക്കാരിന്. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പിന്റെ ചുമതല നൽകേണ്ടിയിരുന്നതുണ്ടോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് ഈ ചോദ്യം വരും ദിവസങ്ങളിൽ ആവർത്തിച്ചേക്കാം. UDF അത്തരം പ്രചാരണങ്ങളൊക്കെ നടത്തിയേക്കാം. രാഷ്ട്രീയമായി അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അവസരമാണ് LDFനെ പ്രഹരിക്കാൻ. അത് പരമാവധി ഉപയോഗിക്കാനുള്ള നീക്കം UDFന്റെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളുടെ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകും. മാത്രമല്ല തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അതിനെ വളരെ പ്രതീക്ഷയോടെയാണ് ഇത്തവണ UDF നോക്കിക്കാണുന്നത്. കോൺഗ്രസ് അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്ന തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ലത്തീൻ സമുദായത്തിനിടയിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഏത് വിധേനയും കൃത്യമായി പ്രയോജനപ്പെടുത്തുക എന്നൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദൌത്യവുമായി അനൌദ്യോഗികമായ പ്രചാരണങ്ങൾ കോൺഗ്രസ് വൈകാതെ തന്നെ തുടങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. PV അരുൺ കൂടി ചേരുന്നത് വിവരങ്ങളുമായി. അരുൺ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു ജൂനിയർ അഭിഭാഷകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് നടന്ന സംഭവമാണെങ്കിൽ കൂടി ഇതിപ്പോൾ ഒരു മുൻ മന്ത്രി, MLA, തിരുവനന്തപുരത്തു നിന്നുള്ള ഇടതുമുന്നണിയുടെ ഏറ്റവും ജനകീയനായ ശക്തനായ ഒരു മുഖം എന്ന നിലയ്ക്കൊക്കെ ആയി മാറിയ ശേഷമാണ് അതിലേക്ക് വിധി വരുന്നത്. ഒരു നാൾ വഴി പരിശോധിച്ചാൽ ഈ കേസ് അവിശ്വസനീയമാം വിധം ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒന്നാണ്. ഇപ്പോൾ അവസാനം ഗൂഢാലോചന ഓക്കെ, അരുണിലേക്ക് വരാം. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും, കൂടുതൽ പ്രതികരണങ്ങൾ നൽകും. ഡാൻ, എന്താണ് അവിടെ നിന്നുള്ള പുതിയ പ്രതികരണം? ശ്രീജ, ഈ കേസിൽ അതായത് ആന്റണി രാജുവിനൊപ്പം മറ്റൊരു പ്രതി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ കോടതിയിലെ ക്ലർക്കായിരുന്നു, അദ്ദേഹത്തിന്റെ ജൂനിയർ ക്ലർക്കായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്നോടൊപ്പം ചേരുന്നു, കോവളം അജിത് കുമാർ. ഏത് തരത്തിലാണ് ഈ വിധിയെ നോക്കുക? തികച്ചും നിരാശാജനകമായ വിധിയാണ്.
ശരിക്കുള്ള എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാതെ ഡിഫൻസിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും മൊത്തം ഡിസ്കാർഡ് ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷന് ഫെയർ ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള വിധിയാണ്. പ്രോസിക്യൂഷന് എതിരെയുള്ള പല എവിഡൻസുകളും ഡിഫൻസിന് അനുകൂലമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ആർഗ്യൂ ചെയ്ത മാറ്റേഴ്സ് എല്ലാം തന്നെ കൺസിഡർ ചെയ്യാതെ നീതിയുക്തമായ തീരുമാനം എടുക്കാതെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്മേലെ നമ്മൾ അപ്പീൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതല്ല, പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെച്ച ഒരു ആവശ്യം 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയെ ഈ കോടതിക്ക് വിധിക്കാൻ കഴിയൂ. അതുകൊണ്ട് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു വകുപ്പുകൾ ചുമത്തിയ കേസായി തീർച്ചയായിട്ടും അങ്ങനെ ഒരു കേസായതിനാൽ ഇത് മേൽക്കോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു. പക്ഷേ അത് പരിഗണിക്കാതെയാണ് കോടതി ഇവിടെ തന്നെ വിധി പറഞ്ഞിരിക്കുന്നത്. അതിനോട് ഏത് തരത്തിലാണ് പ്രതി? അതിനോടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് ആ 409 കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചാർജ് ആൾട്ടർ ചെയ്യണമെന്ന് കാണിച്ചുള്ള പെറ്റീഷൻ പ്രോസിക്യൂഷൻ ഇട്ട സമയത്ത് മെറ്റീരിയലായിട്ടുള്ള സംഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പെറ്റീഷൻ ഈ കോടതി ഡിസ്മിസ് ചെയ്തതാണ്. അതിന്മേലെ ഒരു മാധ്യമ പ്രവർത്തനാണ് ഹൈക്കോടതി സമീപിക്കുക. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് 409 കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇപ്സോ ഫാക്ടോ അതിന് ബേസ്ലെസ് ആണ് അലിഗേഷൻ എന്നുള്ളത് മനസ്സിലാക്കി ഒരു ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വന്നതനുസരിച്ച് മാത്രം 409 1 ഇയർ പണിഷ് ചെയ്തതാണ്. ബേസിക്കലി 409 യാതൊരു തെളിവുകളില്ലായിരുന്നു. അപ്പോൾ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? തുടർ നീക്കങ്ങൾ വിത്തിൻ 30 ഡേയ്സ് ഞാൻ അപ്പീൽ പ്രിഫർ ചെയ്യും. എവിടെയാണ്? ജില്ലാ കോടതിയിലാണ് അപ്പീൽ. വിത്തിൻ 30 ഡേയ്സ്. അതുവരെ സെനറ്റ് സസ്പെൻഡ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. സെനറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മീൻവൈൽ ഐ വിൽ പ്രിഫർ ആൻ അപ്പീൽ. അതായത് ഹൈക്കോടതി വിജിലൻസ് ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഓഫീസറെ കൊണ്ട് അന്വേഷിച്ചപ്പോൾ ഒരു സീനിയർ അഭിഭാഷകയും തുടർന്ന് സെഷൻസ് കോടതിയിലെ തൊണ്ടി ക്ലർക്കായിട്ടുള്ള ഒരാളും വേറൊരു ക്ലർക്കും കൂടെ ചേർന്നാണ് ഈ മാൽ പ്രാക്ടീസ് നടത്തിയതെന്നും അവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് ശരിക്കും പ്രോസിക്യൂഷൻ തന്നെ അഫിഡവിറ്റിന്റെ രൂപത്തിൽ ഹൈക്കോടതി സമർപ്പിച്ചിരുന്നത് നമ്മൾ എവിഡൻസ് ആയിട്ട് കോടതി ഹാജരാക്കി. ദാറ്റ് വാസ് ആൾസോ ഡിസ്കാർഡഡ് ബൈ ദി കോർട്ട്. അപ്പോൾ ആ അലിഗേഷൻ മേലെ അതിന്റെ ആ അന്വേഷണം ക്ലിയർ അല്ലെന്നോ സത്യസന്ധമല്ലെന്നോ ഒന്നും പരിഗണിക്കാതെയാണ് പുതിയൊരു ഫൈൻഡിംഗുമായിട്ട് കോടതി. ഇത് വൺ സൈഡഡ് ആണ് എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നതിന്റെ സബ്സ്റ്റാൻഷ്യലായി എന്തെങ്കിലും കാരണമുണ്ട്? ഏകദേശം 100 പേജിലധികം വരുന്ന ആർഗ്യുമെന്റ് നോട്ടിൽ ഒരു തവണയെങ്കിലും ആർഗ്യുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ ആ ആർഗ്യുമെന്റ് നോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു അക്യൂറ്റിനുള്ള കേസാണ്. കാരണം നമ്മൾ ആദ്യം വളരെ ടൈറ്റായിട്ട് തുടങ്ങിയ ഒരു കേസാണ് എക്സാമിനേഷൻ ടൈമിൽ. അതേസമയം പ്രോസിക്യൂഷൻ പ്രൊവൈഡ് ചെയ്ത വെപ്പൺസ് വെച്ചാണ് നമ്മളെ ഡിഫൻസ് ഷേപ്പ് ചെയ്തതും പ്രോസിക്യൂഷൻ ടാർണിഷ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞത്. പക്ഷെ ആ കാര്യങ്ങളൊന്നും തന്നെ ബഹുമാനപ്പെട്ട കോടതി കൺസിഡർ ചെയ്തില്ല. അതാണ് നമ്മുടെ അലിഗേഷൻ. ആ കാര്യങ്ങളായിരിക്കും മേൽക്കോടതിയിൽ അജിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത്തരത്തിലാണ്. കോവളം അജിത് കുമാറാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഒരു വശം മാത്രം പരിഗണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ടുണ്ടായ ഒരു വിധി, നിരാശാജനകമായ ഒരു വിധി, അതിനെതിരെ അപ്പീൽ നൽകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ശരി ഡാൻ. അരുൺ കൂടി തുടരുന്നുണ്ട്. അരുൺ, നിരാശാജനകമായ വിധി എന്ന് പറയുമ്പോഴും ഗൂഢാലോചന നടത്തിയെന്നതടക്കമുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി ഈ ഒരു വിധിയോടെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കപ്പെടുക? അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്നതാണ് ജനപ്രാതിനിധ്യ നിയമം പറയുന്നത്. അപ്പോൾ ഇനി ആന്റണി രാജു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവി എന്തായിരിക്കും? അല്പസമയം മുമ്പ് നെടുമങ്ങാട് കോടതിക്ക് സമീപത്ത് ഉണ്ടായിരുന്ന സാഹചര്യത്തിന്റെ അന്തരീക്ഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആന്റണി രാജുവിന് നേരെ അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. അവിടെ സംഘടിച്ചെത്തിയ പ്രവർത്തകർ ഈ കൊടികളിൽ അടിവസ്ത്രം തൂക്കി അതുമായിട്ടായിരുന്നു അവിടെ പ്രതിഷേധം നടത്തിയത്. പോലീസ് നന്നേ പണിപ്പെട്ടു ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് പിരിച്ചുവിടാൻ. അതിനിടയിലാണ് ഒരു പ്രവർത്തകന് പരിക്കേറ്റത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഞാൻ നേരത്തെ അരുണിനോട് ചോദിച്ച ചോദ്യം, ആന്റണി രാജു എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഇടതുമുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അതുകൂടിയാണ് ഇന്നത്തെ വിധിയോടെ നിർണയിക്കപ്പെടുന്നത് എന്നതായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ശ്രീജ, 6 വർഷത്തെ ഒരു ബ്രാക്കറ്റ് പീരീഡ് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം പറയാൻ. കാരണം തൽക്കാലത്തേക്കെങ്കിലും ഇനിയൊരു നിയമസഭാ സാമാജികനായി മത്സരിക്കാനോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് അംഗമായി കടന്നു വരാനോ തൽക്കാലത്തേക്കെങ്കിലും വരുന്ന 6 വർഷത്തേക്ക് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ആന്റണി രാജുവിന് കഴിയില്ല. അത് രാഷ്ട്രീയമായി താൽക്കാലികമായി അദ്ദേഹത്തിനൊരു തിരിച്ചടിയാണ്. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇനി കടന്നു വരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.
അദ്ദേഹം CPM-ന്റെ ഭാഗമായിട്ടുള്ള ഒരു നേതാവല്ല. അദ്ദേഹം കേരള കോൺഗ്രസിൽ നിന്ന് മാറി ഇടതുപക്ഷത്തിന് ഒപ്പം ചേർന്ന് അങ്ങനെ സ്വതന്ത്രനായി നിൽക്കുകയും പിന്നീട് ഒരു പാർട്ടി രൂപീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു നേതാവാണ്. അങ്ങനെ ഒരാൾക്ക് തിരികെ ഈ പ്രതിസന്ധികളെയും തിരിച്ചടികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് 6 വർഷത്തിനകത്ത് വീണ്ടും കളന്നറിയാൻ എങ്ങനെ കഴിയുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ആന്റണി രാജു എന്ന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തിയുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി മാറുക. ഒരുപക്ഷെ ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. അതല്ല എങ്കിൽ ഒരു കോമ. അതിലേതാണ് സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മേൽക്കോടതികളിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ മാത്രമേ കൃത്യമായ ഒരു ധാരണ ഉണ്ടാകുകയുള്ളൂ. എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും തലസ്ഥാനത്ത് ആന്റണി രാജു എന്ന രാഷ്ട്രീയ നേതാവിന് സജീവമായി ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനടക്കം വിലക്ക് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അത്തരം പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഔദ്യോഗികമായി അദ്ദേഹത്തിന് MLA എന്ന സ്ഥാനം തന്നെ നഷ്ടമാകുന്ന സാഹചര്യം. തലസ്ഥാനത്ത് നഗരസഭയുടെ ഭരണം BJPക്ക് പോയ തിരിച്ചടിയിലാണ് CPM. അതിനിടയിലാണ് തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിലെ MLA തന്നെ അവർക്ക് നഷ്ടമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പൊന്നും നടക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം മാത്രമേ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ. പക്ഷേ അത്രയും നാൾ അത് വലിയ തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി ഇടതുപക്ഷത്തിനെതിരെ മണ്ഡലത്തിൽ ഉന്നയിക്കാൻ കൃത്യമായി കോൺഗ്രസിനും BJPക്കും ഒക്കെ കഴിയും. ഏത് വിധേനയും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന് അപ്രതീക്ഷിതമായി വീട് കിട്ടിയിരിക്കുന്ന ഒരു വടിയായി മാറിയിരിക്കുകയാണ് ആന്റണി രാജുവിനെതിരായ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി. ശരി, ഡാൻ പുരി നൽകിയത്. അതേസമയം രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി MLA-യുമായ ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത്. ഇതോടെയാണ് ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദായത്. MLA സ്ഥാനത്ത് തുടരാൻ ആന്റണി രാജു അയോഗ്യനെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് അറിഞ്ഞിട്ടും പാർട്ടി മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. ഇത് ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ, ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. ഗുരുതരമായ തെറ്റാണ് എന്ന് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ അതിശക്തമായി അതിനെതിരായി നിലപാടെടുത്തതാണ്. വെനസ്വേലയിൽ വൻ ആക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദിയാക്കി അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം നിക്കോളാസ് മദുറ അറിയിച്ചിരുന്നതാണ്. അതിനിടയിലാണ് അമേരിക്കയുടെ നീക്കം. തലസ്ഥാനമായ കാരക്കസിലടക്കം കനത്ത ആക്രമണമാണ് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് നടത്തിയത്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ജീവനോടെ ഉണ്ട് എന്നതിന് തെളിവ് ചോദിച്ചിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും ഡെൽസി റോഡ്രിഗസ് പറഞ്ഞു. വെനസ്വേലയിലെ എല്ലാ സേനകളെയും ആക്രമണങ്ങളെ നേരിടാൻ രംഗത്തിറക്കി കഴിഞ്ഞു. അതേസമയം കൂടുതൽ ആക്രമണങ്ങൾ വെനസ്വേലയിൽ ഉണ്ടാകില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, പട്ടാള ആസ്ഥാനങ്ങൾക്ക് നേരെ അടക്കം ആക്രമണം നടന്നു. കാരക്കസിൽ സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഇങ്ങനെയൊരു വാർത്ത ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ ലക്ഷ്യം മദുറോ മാത്രമായിരുന്നു? ശ്രീജ, ഇതിപ്പോൾ ഒരു രാജ്യത്തെ ആക്രമിച്ച് ആ രാജ്യത്തെ പ്രസിഡന്റിനെയും ആ രാജ്യത്തെ പ്രസിഡന്റിന്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കിഡ്നാപ്പിംഗ് ടീം ചെയ്യുന്ന അതേ പരിപാടിയാണ് ഇപ്പോൾ അമേരിക്ക വെനസ്വേല എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി നടത്തിയിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനാണ് വെനസ്വേലയുടെ ക്യാപിറ്റലായിട്ടുള്ള കാരക്കാസിലും അതുപോലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു
ആക്രമണം നടത്തിയത്. അതിനുശേഷം അവിടുത്തെ എല്ലാ പട്ടാള ക്യാമ്പുകളിലേക്കും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് വരുന്നു. അതായത് വെനസ്വേലയിൽ ഞങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മദൂരോയെയും അതുപോലെ അവരുടെ ഭാര്യയായിട്ടുള്ള സിലിയ ഫ്ലോറിനെയും തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്നു, അവരെ ബന്ദിയാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടു കൂടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ അത് അത്ര അഭിമാനിക്കാനുള്ള കാര്യമല്ല. കാരണം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഡൊണാൾഡ് ട്രംപ് നിക്കോളാസ് മദൂറോയ്ക്ക് നേരെ ആരോപിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് വലിയ രീതിയിൽ വെനസ്വേലയിൽ നിന്ന് US-ലേക്ക് മയക്കുമരുന്നുകൾ കയറ്റി അയക്കുന്നു. ഫെൻറ്റാനിൽ പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ കയറ്റി അയക്കുന്നു. ഇതിനെതിരെ വലിയ രീതിയിൽ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും കേട്ടിരുന്നില്ല. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ വെനസ്വേലയിൽ നിന്ന് വരുന്ന ബോട്ടുകളിൽ വലിയ രീതിയിലുള്ള എയർ ആക്രമണങ്ങൾ നടത്തുകയും വലിയ രീതിയിൽ ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്യുന്നൊരു കാര്യം കുറച്ച് നാളുകളായി നടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം നിക്കോളാസ് മദൂറോ തന്നെ പറഞ്ഞിരുന്നു അമേരിക്കയുമായി ചർച്ച ചെയ്യാം, കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുള്ളൊരു കാര്യം പറയുമ്പോഴാണ് അപ്രതീക്ഷിതമായി നാട്ടിലേക്ക് ഡെൽറ്റ ഫോഴ്സിനെ ഇറക്കി, വെനസ്വേലയിലേക്കും ഡെൽറ്റ ഫോഴ്സിനെ ഇറക്കി പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാര്യത്തേക്ക് പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം പ്രകാരം ന്യൂയോർക്കിലെ സദേൺ ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ നിക്കോളാസ് മദൂറോയെയും ഭാര്യയെയും എത്തിച്ചിട്ടുണ്ട്. അവിടെ ഇവർക്ക് രണ്ടുപേർക്കും നേരെ, അതായത് നിക്കോളാസ് മദൂറോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള കുറ്റങ്ങൾ അമേരിക്ക ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് നാർക്കോ ടെററിസം കോൺസ്പിറസി, നാർക്കോ ടെററിസം, ഈ മയക്കുമരുന്ന് ഭീകരത, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തി, അതുപോലെ കൊക്കൈൻ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടത്തുന്നു, അതുപോലെ മെഷീൻ ഗൺസും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിവൈസസും സ്ഫോടക വസ്തുക്കളടക്കമുള്ള സാധനങ്ങൾ കയ്യിൽ വെച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ ഇപ്പോൾ കോടതിക്ക് മുൻപിലേക്ക് ഹാജരാക്കുമെന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കാര്യം പറയുന്നത് പമേല ബോണ്ടി എന്ന് പറയുന്ന അവിടുത്തെ ന്യൂയോർക്കിൻ്റെ സദേൺ ഡിസ്ട്രിക്റ്റിലെ ആൾ തന്നെയാണ്. ഇപ്പോൾ പറയുന്ന അവിടുത്തെ അറ്റോർണി ജനറലാണ് ഈ പമേല ബോണ്ടി. ഈ പമേല ബോണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നേരത്തെ വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആവശ്യപ്പെട്ടിരുന്നു, അതായത് ഇയാൾ നമ്മുടെ നിക്കോളാസ് മദൂറോ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം ചോദിച്ചിരുന്നു. അതിനെല്ലാം ഇപ്പോൾ ഉത്തരം വന്നിരിക്കുന്നു. എന്തായാലും നിക്കോളാസ് മദൂറോ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നു. അത് ന്യൂയോർക്കിലെ പ്രദേശത്തെ സുരക്ഷിതമായ താവളത്തിൽ ഇപ്പോൾ നിക്കോളാസ് മദൂറോയെ അമേരിക്ക പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള അപലപനീയമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് റഷ്യയുടെ പ്രതികരണം. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അമേരിക്ക ഒരു സ്വതന്ത്ര രാജ്യത്തിന് നേരെ നടത്തിയ കയ്യേറ്റത്തെ കണ്ടു നിൽക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെയും ഇറാന്റെയും നിലപാട്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ആരും കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്താണ് വെനസ്വേലയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവിടുത്തെ പ്രസിഡന്റിനെയും പ്രസിഡന്റിന്റെ ഭാര്യയെയും അമേരിക്ക തട്ടിക്കൊണ്ടുപോയി. മാത്രമല്ല അവിടുത്തെ പ്രതിപക്ഷം അവിടുത്തെ പ്രസിഡന്റിനെതിരായി നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടാണ് അവിടുത്തെ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനി അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2025 നൊബേൽ സമ്മാനം ലഭിച്ച മറിയ കോറിന മെച്ചാഡോ അവർ ഈ പ്രസിഡന്റിന് നിക്കോളാസ് മദൂറോയ്ക്ക് എതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അവർ ഇപ്പോഴും ഒളിവിലാണ്. അവർ വെനസ്വേലയിൽ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. മദൂറോയെ പിടിച്ചുകൊണ്ടുപോയ സാഹചര്യത്തിൽ അവർ തിരിച്ച് നാട്ടിലെത്താനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള എഡ്മുണ്ടോ ഗോൺസാലോസ് അയാൾക്ക് അവിടുത്തെ ഭരണം നൽകാനുള്ള ഒരു നിലപാട് ചിലപ്പം അമേരിക്ക എടുത്തേക്കാം. അങ്ങനെ അവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ച് അമേരിക്ക തങ്ങളുടെ താല്പര്യക്കാരായിട്ടുള്ള ആളുകളെ അവിടെ ഭരണം ഏൽപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്നാൽ അതിനും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവിടുത്തെ വെനസ്വേലയിലെ ആർമി എന്ന് പറയുന്നത് അവിടുത്തെ ഈ നിക്കോളാസ് മദൂറോയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിക്കോളാസ് മദൂറോ പക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ മന്ത്രിമാരും ആഭ്യന്തരമന്ത്രിയും അതുപോലെ പ്രതിരോധ മന്ത്രിയും അടക്കം അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം വെനസ്വേലയുടെ ഭാഗത്ത് നിന്ന് ഈ അമേരിക്കൻ നിലപാടുകൾക്ക് അല്ലെങ്കിൽ നടപടികൾക്കെതിരെ ഉണ്ടാകും. അതൊരു പക്ഷേ കൂടുതൽ വലിയ രീതിയിലേക്കുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് വലിയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടുത്തെ സൈന്യത്തെ മുഴുവനായ രീതിയിൽ രാജ്യത്ത് മുഴുവൻ വിന്യസിച്ചിരിക്കുന്നു. ഏതു തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാലും ഏതു തരത്തിൽ രാഷ്ട്രീയ നടപടി ഉണ്ടായാലും തിരിച്ചടിക്കാനാണ് ഇപ്പോൾ അവിടുത്തെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സൈന്യത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ
റൂബിയോ പറയുന്നത് ഇനി ഒരു തരത്തിലും ഒരു ആക്രമണം വെനസ്വേലയിലേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. എന്തായാലും ഈ ഒരു വ്യോമാക്രമണം അടക്കമുള്ള സാധനങ്ങൾ ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്ന മറുപടിയെങ്കിലും ഇനിയിപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മറിയ കൊറീന മച്ചാഡോ തിരിച്ച് ഇനിയിപ്പോൾ അവിടെ അധികാരം ഏൽക്കാൻ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷം വെനസ്വേലയുടെ അധികാരം പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് ഇപ്പോഴത്തെ അവിടുത്തെ ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ വെനസ്വേലയുടെ ഇനി വരുന്ന ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന സംഘർഷങ്ങൾ അത് വളരെ വലുതായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ അമേരിക്ക ഇറാനിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അവിടെ ഇറാനിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ മിഡിൽ ഈസ്റ്റിൽ ഒരു വശത്ത് ഇറാനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്നു. അതുപോലെ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ വെനസ്വേലയിലേക്ക് ചില ആക്രമണങ്ങളും കടന്നുകയറ്റങ്ങളും നടത്തുന്നു. അങ്ങനെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത എല്ലായിടത്തേക്കും ആക്രമണങ്ങളോ അല്ലെങ്കിൽ ആക്രമണങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി വരുന്ന ഒരു സാഹചര്യം. ഇതിനെതിരെ റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ലോക ഭൂപടത്തിൽ വലിയ രീതിയിലൊരു അശാന്തത ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശ്രീജ ഇപ്പോഴുള്ളത്. എന്തായാലും നിക്കോളാസ് മധൂറയെ സംബന്ധിച്ച് അവിടെ ഏത് തരത്തിലുള്ള നിയമ നടപടികളാണ് നിക്കോളാസ് മധൂറയ്ക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ള കാര്യമാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ കഴിയുക. പക്ഷേ ഇപ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്രയും വലിയ രീതിയിൽ നാർക്കോ ടെററിസം അടക്കമുള്ള കാര്യങ്ങൾ നിക്കോളാസ് മധൂറയ്ക്ക് മേലെ അമേരിക്ക ചുമത്തുമ്പോഴും അതിനൊരു തെളിവ് പോലും പ്രത്യക്ഷമായി മുന്നോട്ട് വയ്ക്കാനായി ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് നിക്കോളാസ് മധൂറയും അതുപോലെ വെനസ്വേലയിലെ ഭരണപക്ഷവും വളരെ കോൺഫിഡൻസോടെ നിൽക്കുന്നത്. ഞങ്ങൾ ഏത് തരം പ്രശ്നങ്ങൾ വന്നാലും നേരിടും, ഇതുവരെയും നേരിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്, ഇനിയും നേരിടുമെന്നുള്ളതാണ് വെനസ്വേലയുടെ ഭരണപക്ഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് വരുന്ന മണിക്കൂറുകളിൽ വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിക്കോളാസ് മധൂറയും ഭാര്യയും ഇപ്പോൾ ന്യൂയോർക്കിൽ ഉണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ജീവനോടെ തന്നെയുണ്ട്, ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നുള്ള വിവരമാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. ശ്രീജ, അഭിലാഷ്, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇറാഖ് പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ല വെനസ്വേല. അമേരിക്കയെ സംബന്ധിച്ച് അവിടെ ഒരു ആക്രമണം നടത്തി പിടിച്ചെടുക്കാം അല്ലെങ്കിൽ കീഴടക്കാം എന്ന ധാരണ വേണ്ട. മുൻപ് അത്തരം ശ്രമങ്ങൾ പരാജയപ്പെട്ട ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ വെനസ്വേലയിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സർക്കാരിനെ കൊണ്ടുവരുന്നത് വരെ ഈ ഭീതിതമായ ഒരു സാഹചര്യം നിലനിർത്തുകയാണോ അമേരിക്കയുടെ ലക്ഷ്യം? തീർച്ചയായിട്ടും അമേരിക്ക അവിടുത്തെ വെനസ്വേലയുടെ ഭരണം നേരിട്ട് ഏറ്റെടുക്കുമെന്ന് കരുതാൻ വയ്യ. അപ്പോൾ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ പ്രതിപക്ഷത്തിന് അവിടുത്തെ ഭരണം ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. മാത്രമല്ല, അമേരിക്കയ്ക്ക് മറ്റു ചില താല്പര്യങ്ങൾ കൂടി വെനസ്വേലയിലുണ്ട്. വെനസ്വേലയിലൂടെ എണ്ണ കച്ചവടം, അവിടെ വലിയ ഓയിൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് വെനസ്വേല, അതുപോലെ മിനറൽസ്. അപ്പോൾ ഇതെല്ലാം അമേരിക്കയ്ക്ക് കണ്ണുണ്ട്. അപ്പോൾ ഇതിന് കിട്ടണമെങ്കിൽ, ഇതെല്ലാം അമേരിക്കയിലേക്ക് എത്തണമെങ്കിൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ആളുകൾ വെനസ്വേലയുടെ ഭരണത്തിലേക്ക് എത്തണം. അതിനു വേണ്ടിയും കൂടെ ഉള്ള ഒരു നീക്കമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ മറിയ കൊറീന മച്ചാഡോ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ്. അവർ ഡൊണാൾഡ് ട്രംപിനെ വാനോളം പുകഴ്ത്തിയിരുന്നു. തനിക്കല്ല കിട്ടേണ്ടിയിരുന്നത്, ഡൊണാൾഡ് ട്രംപിനാണ് നൊബേൽ സമ്മാനം കിട്ടേണ്ടിയിരുന്നത് എന്നാണ് നൊബേൽ സമ്മാനം വാങ്ങിച്ച ശേഷം അവർ പ്രസ്താവിച്ചത്. അങ്ങനെ ഡൊണാൾഡ് ട്രംപുമായി വളരെ അടുപ്പമുള്ള നേതാവ് കൂടിയാണ് ഈ മറിയ കൊറീന മച്ചാഡോ. അപ്പോൾ അവരെ അധികാരത്തിലേക്ക് എത്തിച്ചാൽ അമേരിക്കയുടെ എല്ലാ കാര്യങ്ങളും, അമേരിക്ക എന്താണോ ആഗ്രഹിക്കുന്നത്, വെനസ്വേലയിലുള്ള ഓയിൽ റിസോഴ്സസും അതുപോലെ മിനറൽസും തങ്ങൾക്ക് യഥേഷ്ടം വാങ്ങിയെടുക്കാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തു കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം വച്ചിട്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു നീക്കം വെനസ്വേലയിലേക്ക് നടത്തിയിരിക്കുന്നത്. എന്തായാലും അപലപനീയമായ നീക്കം. കാരണം ഒരു രാജ്യത്തിലേക്ക് മറ്റൊരു രാജ്യം അവരുടെ സൈന്യത്തെ അയക്കുന്നു, അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു, അതിനുശേഷം അവിടുത്തെ പ്രസിഡന്റിന്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോകുന്നു. നമുക്ക് ഒരുപക്ഷെ ഊഹിക്കാൻ പോലും, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം അമേരിക്കയ്ക്ക് നേരെ ഈ മണിക്കൂറുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം ഇനി എന്താണ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ ഈ മറിയ മച്ചാഡോ അവർ തിരികെ എത്തുമോ, വെനസ്വേലയിലേക്ക് എത്തുമോ എന്നുള്ള, കഴിഞ്ഞ പ്രാവശ്യം ഈ നൊബേൽ സമ്മാനം വാങ്ങാൻ പോകുന്ന സമയത്ത് അവസാനമായി അവർ കണ്ടത് നോർവേയിൽ വെച്ചിട്ടാണ്.
അതിനുശേഷം അവരുടെ വിവരമില്ല. അവർ തിരികെ ഒരുപക്ഷെ ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ വെനസ്വേലയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എഡ്മുണ്ടോ ഗോൺസാലസ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം അവിടെ എത്താനും ഒരുപക്ഷെ ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ സഹായത്തോടെ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തായാലും രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ ഏതെങ്കിലും തരത്തിൽ 4 പേരിൽ കൂടുതൽ അവിടെ ആളുകൾ കൂടുകയാണെങ്കിൽ വെടിവെക്കാനും അവരെ കരുതൽ തടങ്കലിലാക്കാനും ഒക്കെയുള്ള ഒരു അധികാരം സൈന്യത്തിനെ ഇപ്പോഴത്തെ സർക്കാർ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അമേരിക്കയുടെ സൈനികർ ഇപ്പോഴും വെനസ്വേലയിൽ തുടരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മരിയ മെച്ചാഡോയും എഡ്മുണ്ടോ ഗോൺസാലസും ഒക്കെ തിരിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു സാഹചര്യം അവിടെ ഒരുക്കാൻ കൂടി വേണ്ടിയിട്ടാണോ അമേരിക്കൻ സൈനികർ ഇപ്പോഴും അവിടെ തുടരുന്നത് എന്ന് ഉള്ളൊരു സംശയം ഉയരുന്നുണ്ട്. എന്തായാലും അപലപനീയമായ ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് മറ്റൊരു രാജ്യം കടന്നു കയറുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ ഇറാനിലാണെങ്കിൽ അവിടെ രാജ്യത്തിനകത്തു നിന്നുള്ള പ്രതിഷേധം അവിടുത്തെ സർക്കാരിനെതിരെയുണ്ട്. പക്ഷേ ഇപ്പോൾ വെനസ്വേലയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നടന്നിരുന്നത് ഈ വെനസ്വേലയുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള ഡ്രഗ് കാർട്ടൽസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് വലിയ രീതിയിലുള്ള മാരകമായിട്ടുള്ള ലഹരികൾ ഒഴുകുന്നത് എന്നുള്ള ഒരു ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വെനസ്വേലയിൽ തീരത്തേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ വെനസ്വേല തീരത്ത് നിന്ന് പുറപ്പെടുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ച് വലിയ രീതിയിൽ ആക്രമണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ അമേരിക്ക നടത്തിയിരുന്നു എന്നുള്ളതാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഡോക്ടർ സജിമോൻ, ലോകം മുഴുവൻ ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി അമേരിക്കയിൽ എത്തിച്ചു എന്ന ട്രംപിൻ്റെ പ്രസ്താവനയും അവിടുത്തെ നീക്കങ്ങളെയും ഒക്കെ വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. അമേരിക്കയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയുക. ഒരു മാസം മുൻപേ പറഞ്ഞതാണ് കീഴടങ്ങണം, ഇല്ലെങ്കിൽ കടുത്ത നടപടി വരുമെന്ന മദുറോയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് പ്രതീക്ഷിച്ചിരുന്നാണോ ഇങ്ങനെ ഒരു സൈനിക നടപടി? തീർച്ചയായിട്ടും ഇതൊരു ഒരു പ്രതീക്ഷിച്ചിരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആംഗിളും എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇതിന്റെ ഒരു ബിൽഡപ്പ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു എന്താ പറയുന്നത് മിലിറ്ററിയുടെ ഒരു പ്രസൻസ് കരീബിയൻ സീയിലേക്ക് ഇൻക്രീസ് ചെയ്യുകയുണ്ടായി അമേരിക്കൻ ഗവൺമെന്റ്. അതിനുശേഷം സെപ്റ്റംബർ തൊട്ട് ഈ ജനുവരി 2-ാം തീയതി വാരം നോക്കുകയാണെങ്കിൽ ഏകദേശം 35 ബോട്ടുകൾ സ്ട്രൈക്ക് ചെയ്യുകയും 115 ടെററിസ്റ്റുകളെ നാർക്കോ ടെററിസ്റ്റിനെ അമേരിക്ക വധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 3-4 ഓപ്ഷൻ ആയിരുന്നു. ഈ ഒരു സ്ട്രാറ്റജി അമേരിക്ക കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഇൻവേഷനോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സ്നാപ്പ് ആൻഡ് സ്നാച്ച് എന്നുള്ളൊരു പോളിസിയിൽ ലീഡർഷിപ്പിനെ മറിച്ചിടുക എന്നുള്ള ഒരു സ്ട്രാറ്റജി. അങ്ങനെ 3-4 ഓപ്ഷൻസ് ആയിരുന്നു അമേരിക്കൻ ഗവൺമെന്റിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അത് എന്നായിരുന്നു, എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരുന്നത്. ഏതായാലും വളരെ സർപ്രൈസിംഗ് ആയിട്ട് ഇവിടുത്തെ ലോക്കൽ ടൈമിന് 1:30 AM ഈ ഒരു അറ്റാക്ക് നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് ആയ ഡെൽറ്റ ഫോഴ്സ് ആണ് ഇതിന്റെ പിന്നിൽ, അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്ട്രൈക്ക് നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രസിഡന്റ് മഡുറോയും വൈഫ് അവർ രണ്ടുപേരെയും ക്യാപ്ചർ ചെയ്ത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയിരുന്നത് എന്നതിന്റെ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ് എന്നുള്ള കാര്യത്തിന്റെ വസ്തുതയുണ്ട്. വെനിസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ജീവനോടെ ഉണ്ട് എന്നുള്ള തെളിവ് വേണം എന്നുള്ള ആവശ്യം ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. അതോടൊപ്പം ക്യൂബയുടെ അല്ലെങ്കിൽ അവരുടെ വെനിസ്വേലയുടെ സഖ്യരാഷ്ട്രങ്ങളായ ഇറാന് അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കൊളംബിയ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായാലും അമേരിക്കയിൽ ഫ്ലോറിഡയിൽ നിന്നുള്ളൊരു ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ വെനിസ്വേലൻ അമേരിക്കൻസ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ടായിരുന്നു. ഏതായാലും ഇത് വളരെ ആകസ്മികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകസ്മികമാണ്, എന്നാലും വെൽ പ്ലാൻഡ് ആണ് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇങ്ങനെ ഒരു സ്ട്രൈക്ക് പാതിരാത്രിയിൽ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 2004 ഒസാമ ബിൻ 2003 ഒസാമ ബിൻ ലാദനെ എങ്ങനെ ക്യാപ്ചർ ചെയ്തോ, പാകിസ്ഥാനിൽ നിന്ന് ക്യാപ്ചർ ചെയ്തോ, അല്ലെങ്കിൽ 2011 ഒസാമ ബിൻ ലാദന് അല്ലെങ്കിൽ
അതിനു മുമ്പ് 2004 സദാം ഹുസൈനെ എങ്ങനെ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഒരു സിമിലർ കമ്പാരിസൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഓപ്പറേഷൻ സദേൺ ഹെമിസ്ഫിയറിന്റെ 1989 പനാമയിൽ ഒരു സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പനാമയുടെ പ്രസിഡന്റിനെ അമേരിക്കൻ ഭരണകൂടം അട്ടിമറിക്കുകയും അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുകയും ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഏതായാലും ഇത് വളരെ സങ്കീർണ ഒരു നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ആ ഒരു വൺ ടൈം അറ്റാക്കും ആ വൺ ടൈം റീഇൻഫോഴ്സ്മെന്റും കഴിഞ്ഞ് ആ പ്രസിഡന്റിനെയും കൊണ്ട് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് പോയി എന്നുള്ളത് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. മറ്റ് സ്പെസിഫിക് ഡീറ്റെയിൽസുകളൊന്നും ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് ഒന്നും ഡിക്ലെയർ ആയിട്ടില്ല. ഇവിടെ നോർത്തേൺ ടൈമിൽ ഈസ്റ്റേൺ ടൈമിൽ 11 മണിക്കാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രസ് കോൺഫറൻസ് ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഉള്ള ട്വീറ്റുകൾ അറ്റോർണി ജനറൽ പാംബോണ്ടിയുടെയും അതോടൊപ്പം തന്നെ സെക്രട്ടറിയുടെ മാർക്കോ റൂബിയോയുടെയും സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ഇതുവരെ ഉള്ളത്. ഇവിടെ നിന്ന് തന്നെ ഡെമോക്രാറ്റുകൾ ഇതിനെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലും വരുന്നുണ്ട്. മീൻസ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനൊരു അധികാരമുണ്ടോ, എങ്ങനെയാണ് അതിനുള്ളത്. അപ്പം അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ആർട്ടിക്കിൾ 2 അനുസരിച്ചിട്ട് അമേരിക്കൻ ഗവൺമെന്റിന് അമേരിക്കൻ പ്രസിഡന്റിന് ഇങ്ങനെ ഒരു നീക്കം നടത്താനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഇവിടുത്തെ ഒരു നാർക്കോ ടെററിസം. ഏകദേശം 100,000 to 110,000 ആൾക്കാരാണ് മരിക്കുന്നത്. ഇങ്ങനെ എസ്പെഷ്യലി ഫെന്റനിൽ പോലുള്ള മാരക രാസപദാർത്ഥങ്ങൾ ഈ കരീബിയൻ ഏരിയയിൽ നിന്ന് വരുന്നത് കാരണം. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വളരെ ശക്തമായ ഒരു സ്ട്രോങ് ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് പോസ്റ്റ് ഇതിനു വേണ്ടി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം 3-4 കാര്യങ്ങളോട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഡ്രഗ് ട്രാഫിക്കിംഗ് മാത്രമല്ല, അതോടൊപ്പം ഒരു വൈഡ്ലി സ്പ്രെഡ് കറപ്ഷൻ ഒരു റീസൺ ആണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നടന്ന ഇലക്ഷന് പ്രസിഡന്റ് മഡൂറോ തോറ്റതാണ്, എന്നാൽ തോറ്റ് കഴിഞ്ഞിട്ട് മാറാതെ ഇരുന്ന് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ 3-4 സോളിഡ് റീസൺസ് ആണ് അമേരിക്കൻ ഗവൺമെന്റ് ഈ ഒരു സ്ട്രൈക്കിന്റെ പിന്നിൽ പറയുന്നത്. ഏകദേശം 2013 മുതൽ ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ ഒരു ഭരണമാണ് എന്ന് ഇതിങ്ങനെ ഒരു പര്യവസാനമാണ് വന്നിരിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ക്രിസ്മസിന്റെ സമയത്ത് തന്നെ ഒരു സ്ട്രെയിം വാർണിംഗ് കൊടുത്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഒന്നെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറിപ്പോകുക അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്കം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഇൻഡിക്കേഷൻ ഡയറക്റ്റ് മഡൂറോയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഇവോൾവ് ആകുന്നതേ ഉള്ളൂ. US ഗവൺമെന്റിന്റെ ഡെൽറ്റ ടാസ്ക് ഫോഴ്സ് ഏകദേശം 7 യുദ്ധവിമാനങ്ങൾ ഇൻവോൾവ് ആയി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു സഡൻ അറ്റാക്ക് വെളുപ്പിന് 1.5 മണിക്ക് ചെയ്ത് വെനസ്വേലൻ പ്രസിഡന്റ് മഡൂറോയും വൈഫിനെയും ക്യാപ്ചർ ചെയ്തു, ലൈവായിട്ട് ക്യാപ്ചർ ചെയ്ത് ഇപ്പോൾ US കസ്റ്റഡിയിലാണ്. ഈ അമേരിക്കയിലേക്ക് വന്നോ അതോ എവിടെ ഏതാണ് സ്ഥലം എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതിൽ എങ്ങനെയാണ് വെനസ്വേലൻ ഗവൺമെന്റ് റിയാക്ട് ചെയ്യുന്നുള്ള 2 രീതിയിലാണ് അമേരിക്കൻ ഗവൺമെന്റ് നോക്കിക്കാണുന്നത്. ഒന്ന്, വെനസ്വേലൻ ഗവൺമെന്റിന്റെ അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് മഡൂറോയെ അട്ടിമറിക്കാനായിട്ട് അവിടെ നിന്നുള്ള ഒരു ഓപ്പോസിഷൻ പാർട്ടികൾ തന്നെ വളരെയധികം ബഹളം വെക്കുകയും വളരെയധികം ഒരു കോർഡിനേറ്റഡ് മൂവ് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവസരമായി കണ്ടുകൊണ്ടിട്ട് അവർ ഇനി അധികാരം ക്യാപ്ചർ ചെയ്യുമോ, അതാണ് ഒരു പോസിബിലിറ്റി. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഇപ്പം അധികാരം ക്യാപ്ചർ ചെയ്യുമോ, അത് റൺ ചെയ്യുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതോ അമേരിക്കൻ ഗവൺമെന്റ് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിയെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുമോ എന്നുള്ളതൂടെയാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇത് പോകുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു സമയത്തിൽ പറയാനായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ സജിമോൻ, ഇപ്പോൾ ഈ നർക്കോട്ടിക് പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും മദുറോയുമായുള്ളത് നമുക്കറിയാം. അതൊരു ദീർഘകാലമായുള്ളൊരു വൈരമാണ് അമേരിക്കയ്ക്ക് നിക്കോളാസ് മദുറോയുമായുള്ളത്. അത് പലതരത്തിൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇത്തവണത്തെ നൊബേൽ സമ്മാന വിജയിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ട്രംപിനാണത് കിട്ടേണ്ടിയിരുന്നത്, ട്രംപിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ നൊബേൽ സമ്മാന ജേതാവ് അവിടുത്തെ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാവായ മരിയ മക്കാഡോ കൂടിയാണ്. അപ്പോൾ അവിടെ തന്നെ ട്രംപിന് പിന്തുണയുണ്ട് എന്ന കാര്യം അന്ന് വ്യക്തമായിരുന്നു. ആ നിലയ്ക്ക് ട്രംപിന് ശക്തമായി ആ രാജ്യത്ത് നിന്നും ഒരു പിന്തുണ കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത് എന്ന് വേണമോ മനസ്സിലാക്കാൻ. രണ്ടാമത്തേത്, ഇപ്പോൾ തന്നെ കെയ്ൻ സ്റ്റാമറിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു, ഞങ്ങൾ ഈ ആക്രമണത്തിൽ എവിടെയും പങ്കാളികളല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ലോകരാജ്യങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇന്ന് വെനസ്വേലയാണെങ്കിൽ നാളെ മറ്റൊരു രാജ്യം. അപ്പോൾ എല്ലാവർക്കും ആ ആശങ്ക ഉണ്ടാവുമല്ലോ. ലോകരാജ്യങ്ങളിൽ സോഫാർ വളരെ കെയർഫുള്ളി ആണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ അവരുടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള കോഷ്യസ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അമേരിക്കയ്ക്ക് യൂറോപ്യൻ യൂണിയന്റെയും മറ്റ് സഖ്യരാഷ്ട്രങ്ങളുടെയും സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അറിയാൻ കഴിഞ്ഞത് വെനസ്വേലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കൊളംബിയയ്ക്ക് പോലും ഇത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സീക്രട്ട് മൂവ്മെന്റ് നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓഫ് കോഴ്സ് മറുഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ ക്യൂബ,
ഇറാന് അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അല്ലെ ഏതാനും ദിവസങ്ങളായിട്ട് ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും കൂടുതൽ മിസൈലുകളും മിസൈൽ ഡിറ്റക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വെനിസ്വല ചോദിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ന്യൂസ് ഇപ്പം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഗറില്ല വാർഫെയർ പോലെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കരക്കാസ് എന്ന് പറയുന്നത് ആ ഒരു നഗരം മൗണ്ടൻസിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം മേ ബി അമേരിക്കയുടെ ഫാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലോൺ ഇൻവേഷൻ എന്ന് പറയുമ്പോൾ പണ്ട് വിയറ്റ്നാമിൽ നടന്ന പോലെയുള്ള ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള ഒരു ചാൻസുകൾ ഇപ്പം ഇവിടെ നിന്ന് നോക്കി കാണുന്നില്ല. ഇതൊരു സഡൻ അറ്റാക്കാണ്, സ്നാപ്പ് ആൻഡ് സ്നാച്ച് എന്നുള്ളൊരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് ഡെൽറ്റ ഫോഴ്സ് ചെയ്തതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏത് രീതിയിലേക്ക് പോകാനും അമേരിക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനോ വളരെ തയ്യാറെടുപ്പോടെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ഒരു ബിൽഡപ്പ് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ഓരോ മാസവും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാമായിരുന്നു. അതായത് ഓഗസ്റ്റിൽ ഇങ്ങനെയുള്ള കരീബിയൻ സീയിലേക്കുള്ള മിലിറ്ററി പ്രസൻസ് കൂട്ടുക മാത്രമല്ല ചെയ്തത്, വരുന്ന ഓരോ ബോട്ടുകളും ഈ നാർക്കോ ടെററിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് അപ്പം തന്നെ സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് കരീബിയൻ സീയിൽ കളയുന്ന ഒരു പ്രതിഭാസം കൂടെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഏകദേശം 35ഓളം ബോട്ടുകൾ ഓൾറെഡി സ്ട്രൈക്ക് ചെയ്തു, 115 ആൾക്കാരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഡയറക്റ്റ് ഡ്രഗ് നാർക്കോട്ടിക്സ് എക്സ്പോർട്ടുമായിട്ട് ബന്ധമുള്ളതാണ് എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ മിലിറ്ററി ഇവിടെയുള്ള എനിക്കറിയാൻ കഴിഞ്ഞത് USS എയർഫോഴ്സിന്റെ ജെറാൾഡ് ഫോർഡ് പോലെയുള്ള കാരിയറും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഷിപ്പുകളും കാര്യങ്ങളും എയർഫോഴ്സ് കാരിയർ മൾട്ടിപ്പിൾ മിസൈൽസ് ഡിറ്റണേറ്റഡ് അസോൾട്ട് ഷിപ്പുകൾ സബ്മറൈൻസ് ഇതൊക്കെ ഈ കരീബിയൻ ഈ ഒരു പെനിൻസുല അമേരിക്ക ഓൾറെഡി വിന്യസിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് കൈവിട്ട് വേറൊരു രീതിയിൽ പോവുകയാണെങ്കിൽ പോലും കണ്ടെയ്ൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ഫുൾ പ്ലാൻഡ് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഇത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഈ ഓപ്പറേഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വേറൊരു രാജ്യത്തിൽ നിന്ന് ആ രാജ്യത്തിന്റെ തലവൻ എന്ന് ക്ലെയിം ചെയ്യുന്ന അമേരിക്കയിൽ നിന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു ദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ മഡൂറോ അവിടുത്തെ പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് ആ ഇലക്ഷൻ തോറ്റതാണ്. ആ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹം അധികാരത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മഡൂറോയ്ക്കെതിരെയുള്ള ഓപ്പോസിഷൻ പാർട്ടികൾക്ക് അമേരിക്കൻ ഗവൺമെന്റ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റിനെ നിഷ്പ്രഭമായിട്ട് കളയാൻ വേണ്ടി തന്നെ ഇതിനെ നിരോധിക്കുകയും ഇതിനെ നാർക്കോ ടെററിസത്തിന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. അതായത് ഒരു ഗവൺമെന്റ്, അതായത് വെനിസ്വല ഈ ഒരു ഗവൺമെന്റിന്റെ മഡൂറോയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ ഒരു ടെററിസ്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള എല്ലാ സ്പെസിഫിക് പ്ലാനുകളും സ്ട്രാറ്റജിക്കലിയും മിലിറ്ററി വൈസും ചെയ്തതിനു ശേഷമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു നീക്കത്തിലേക്ക് കടന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, താങ്ക് യു ഡോക്ടർ സജിമോൻ ആന്റണി. എന്തായാലും ഇനി കാത്തിരിക്കുന്നത് ട്രംപിന്റെ ആ വാർത്താ സമ്മേളനത്തിലേക്കാണ്. അതിലായിരിക്കും അദ്ദേഹം എന്താണ് നടന്നത്, എന്താണ് ഭാവി എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. ഇവരെവിടെയാണ് ഉള്ളത്, അതിന് തെളിവ് വേണമെന്നതാണ് വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജീവനോടെ ഉണ്ട് എന്നതിന് തെളിവ് വേണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിർണായകമായ വാർത്താ സമ്മേളനത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടികൂടി US രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആക്രമണം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ഇത്തരമൊരു പ്രതികരണം വന്നിട്ടുള്ളത്. ഇനി രാത്രികാല ഓപ്പറേഷനാണ് നടന്നത് എന്ന് പ്രഖ്യാപിച്ചു. ഇനി ആ ഓപ്പറേഷന്റെ വിശദാംശങ്ങളടക്കം നമുക്ക് ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും അറിയാൻ കഴിയും. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,335 രൂപ, പവന് 82,680 രൂപ. വെള്ളി ഗ്രാമിന് 247 രൂപ, കിലോഗ്രാമിന് 2,47,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റ് കാണാം.